ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഈ ട്യൂട്ടോറിയൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് റീറ്റെയിൽ ഡാഡി സോഫ്റ്റ്വെയറിൽ സ്റ്റോക്ക് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ റീറ്റെയിൽ ഡാഡി സ്റ്റോക്ക് ഇൻ ഹാൻഡ് എവിടെയാണ് സ്റ്റോക്ക് ഇൻ ഹാൻഡ് ചെക്ക് ചെയ്യുന്നത്, അപ്പോൾ സ്റ്റോക്ക് ഇൻ ഹാൻഡ് എങ്ങനെ കാണാം, എന്തൊക്കെ പാരാമീറ്റർ അവൈലബിൾ ആണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനായിട്ട് ഫസ്റ്റ് ഇവിടെ റെക്കോർഡ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മളുടെ റെക്കോർഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ റെക്കോർഡ്സിൽ ക്ലിക്ക് ചെയ്യുക. റെക്കോർഡ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റോക്ക് ഇൻ ഹാൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഇൻ ഹാൻഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോക്ക് ഇൻ ഹാൻഡ് കാണാൻ പറ്റും. ഷോ ഓൾ സ്റ്റോക്കിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ഷോപ്പിൽ ഇപ്പോൾ എത്രത്തോളം സ്റ്റോക്ക് അവൈലബിലിറ്റി ഉണ്ടെന്നുള്ളത് ഷോ ഓൾ സ്റ്റോക്കിൽ കാണാൻ പറ്റും. സോ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ എസ് ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇത്രയും സ്റ്റോക്കുകളാണ്. അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ അവൈലബിൾ ക്വാണ്ടിറ്റിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിലിപ്പോൾ നിങ്ങൾ നോക്കിയപ്പോൾ കണ്ടു കാണും, ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ പിങ്ക് ഹൈലൈറ്റ് ചെയ്ത്. സോ പിങ്ക് ഹൈലൈറ്റ് എന്ന് പറയുന്നത് എക്സ്പയർഡ് ഐറ്റമാണ്. അപ്പോൾ നമ്മളുടെ ഷോപ്പിൽ എന്തെങ്കിലും എക്സ്പയർഡ് ഐറ്റം ഉണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ സ്റ്റോക്ക് ഇൻ ഹാൻഡ് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പിങ്ക് കളറിൽ കാണാൻ പറ്റും. ഇനി പർട്ടിക്കുലർ ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് നെയിം വെച്ച് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് നെയിം സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് കുറേ പാരാമീറ്റേഴ്സ് അവൈലബിൾ ആണ്. പ്രൊഡക്റ്റ് നെയിം, ബാർകോഡ്, സെർച്ച് ടൈപ്പ് എന്ന് പറയുന്ന അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പാരാമീറ്റേഴ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ പ്രൊഡക്റ്റ് നെയിം വെച്ചിട്ട് വേണമെങ്കിൽ പ്രൊഡക്റ്റ് നെയിം പറ്റും, ബാർകോഡ് വെച്ച് വേണമെങ്കിൽ ബാർകോഡ് പറ്റും, കാറ്റഗറി വേണമെങ്കിൽ കാറ്റഗറി പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പ്രൊഡക്റ്റ് നെയിം സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് ഇവിടെ ഞാൻ നോട്ട്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ, ഇതിൽ നോട്ട്ബുക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നമുക്കിവിടെ കാണിക്കും. അവൈലബിൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 145 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു പാരാമീറ്റർ വെച്ചിട്ട് സ്റ്റോക്ക് ഇൻ ഹാൻഡ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിവിടെ ഈ ലിസ്റ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ലിസ്റ്റിൽ എന്ത് പാരാമീറ്റർ ആണോ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് നമുക്ക് സെർച്ചിൻ്റെ ഇപ്പോൾ കാറ്റഗറി ആണെങ്കിൽ കാറ്റഗറി നെയിം കൊടുക്കുക, പ്രൊഡക്റ്റ് നെയിം ആണെങ്കിൽ പ്രൊഡക്റ്റ് നെയിം കൊടുക്കുക. എന്നിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്കത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് സോഫ്റ്റ്വെയറിൽ സ്റ്റോക്ക് ഇൻ ഹാൻഡ് ചെക്ക് ചെയ്യും. ഇപ്പോൾ റെക്കോർഡ്സിൻ്റെ അകത്ത് പോവുക, റെക്കോർഡ്സിൻ്റെ അകത്ത് സ്റ്റോക്ക് ഇൻ ഹാൻഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ റീറ്റെയിൽ ഡാഡി സോഫ്റ്റ്വെയറിൽ സ്റ്റോക്ക് ഇൻ ഹാൻഡ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.